നമ്മുടെ ഒരു അയൽ രാജ്യത്ത് ഒരു പ്രത്യേക ദിവസം ഏതാനും വർഷങ്ങൾക്കിടയിൽ മരണപ്പെട്ടവർ എഴുന്നേറ്റ് നടക്കാറുണ്ട്. ഞെട്ടിയോ? ഞെട്ടണ്ട, അതൊരു സത്യം തന്നെയാണ്. ആ ദിവസത്തെ അവർ ഒരു ഉത്സവമായിട്ടാണ് ആഘോഷിക്കാറ്. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് പ്രിയപ്പെട്ട മരണപ്പെട്ടവർ ഒരു ദിവസം നമ്മെ തേടി വരുന്നു, നമ്മുടെ വീട്ടിലേക്ക്. അതിനുശേഷം ആ ദിവസം അവർ സന്തോഷത്തോടു കൂടി നമ്മളോടൊപ്പം ജീവിക്കുന്നു. അതിനുശേഷം അവർ തിരിച്ചു പോകുമ്പോൾ നമുക്ക് സമ്പത്തും സമൃദ്ധിയും അനുഗ്രഹിക്കുന്നു. നല്ല രസമുള്ള ഒരു കാര്യം അല്ലേ? ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ അങ്ങനൊരു ദിവസത്തെ ചിലപ്പോൾ നമ്മളും കാത്തിരുന്നേക്കാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആത്മാവ് നമ്മളോടൊപ്പം വന്ന് താമസിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചല്ല. ആ മരണപ്പെട്ടവർ നമ്മളോടൊപ്പം ജീവിക്കുന്നത് അവരുടെ പഴയ ശരീരത്തോടൊപ്പം തന്നെയായിരിക്കും. ആ ശരീരം ചിലപ്പോൾ എല്ലൊട്ടിയ പാതി ജീർണിച്ച ശരീരമായിരിക്കാം. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. മനേൻ ടൊറാജ, അങ്ങനെയാണ് ഈ ഒരു ഉത്സവം അറിയപ്പെടുന്നത്. ഇന്തോനേഷ്യയിലെ ടൊറാജ എന്ന നിഗൂഢ ഗോത്രത്തിലാണ് ഇങ്ങനൊരു വിശ്വാസം നിലനിൽക്കുന്നത്. വെറും വിശ്വാസം എന്ന് അതിനെ വിളിക്കാൻ സാധിക്കില്ല, കാരണം അതൊരു വിശ്വാസമല്ല എന്ന് തിരിച്ചറിയുന്നത് പലരിലും ഭയമുണ്ടാക്കും. മനേൻ എന്ന വാക്കിൻ്റെ അർത്ഥം ടൊറാജ ഭാഷയിൽ മരണപ്പെട്ടവർക്ക് നൽകുന്ന ശുശ്രൂഷ എന്നാണ്. മരണപ്പെട്ട പാടെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ അവർ ശരീരം ചില പ്രത്യേക ചടങ്ങുകളോടെ കുഴിച്ചിടാറാണ് പതിവ്. 5 വർഷത്തിലൊരിക്കൽ അവർ ആഘോഷിക്കുന്ന മനേൻ ടൊറാജ ഉത്സവത്തിൽ മരണപ്പെട്ടവരെ അവർ കേന്ദ്ര കഥാപാത്രമാക്കുന്നു. അന്നേ ദിവസം അവർക്ക് പ്രിയപ്പെട്ടവരെ കുഴിയിൽ നിന്നും തിരിച്ചെടുത്ത് അവരെ ശുദ്ധീകരിച്ച് അവർക്ക് നല്ല വസ്ത്രങ്ങൾ നൽകി ആ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നു. മരണപ്പെട്ടവർക്ക് അവർ നൽകുന്ന ബഹുമാനവും സ്നേഹവുമാണ് മനേൻ ടൊറാജ ഉത്സവത്തിലൂടെ അവർ നടത്തുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ഈ ആഘോഷം 5 വർഷത്തിലൊരിക്കൽ നടത്തുന്നതിലൂടെ അവർക്ക് സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവുന്നതായി അവർ വിശ്വസിക്കുന്നു. ഈ ഉത്സവത്തിൻ്റെ ഭാഗമാവാൻ ആ സമയം തെരഞ്ഞെടുത്ത് ഇന്തോനേഷ്യയിലേക്ക് യാത്ര പോകുന്ന ഒരുപാട് പേരുണ്ട്. പാതി ജീർണിച്ച മൃതശരീരങ്ങളോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു മൃതശരീരം കുഴിച്ചിട്ട് അത് ഏതാനും മാസങ്ങൾക്ക് ശേഷം പുറത്തെടുക്കുന്നത് പോലും നമ്മെ സംബന്ധിച്ച് ഭയവും അറുപ്പും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയിരിക്കെ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം പ്രിയപ്പെട്ടവരെ പുറത്തെടുത്ത് പരിചരിക്കുന്ന ടൊറാജ ഗോത്രത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കരുതുന്നത് പോലെയല്ല അവർ കരുതുന്നത്. വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയുമാണ് അവർ ആ മൃതശരീരങ്ങളെ പരിചരിക്കുന്നത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അവരെ തേടി വരുന്ന പ്രിയപ്പെട്ടവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അതുപോലെ തന്നെയാണ് അവർ ആ മൃതശരീരങ്ങളോട് പെരുമാറുന്നത്. 5 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ ഒരു നാട് മുഴുവൻ ഈ ഉത്സവത്തിൻ്റെ ഭാഗമാകാറുണ്ട്. എങ്കിലും വർഷാവർഷം ഇങ്ങനെ ചെയ്യുന്നവരും ആ ഗോത്രത്തിലുണ്ട്. മിക്കവാറും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് അവർ മനേൻ ടൊറാജ ഉത്സവം ആഘോഷിക്കുന്നത്. ആ ഉത്സവത്തിൻ്റെ ഭാഗമായി ചില കലാപരിപാടികളും അവർ ഒരുക്കാറുണ്ട്. അത്തരം വേദികളിൽ മുൻനിരയിൽ കാഴ്ചക്കാരായി നിൽക്കുന്നവരിൽ ഒരു വലിയ ശതമാനവും വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട ശരീരങ്ങളാകും. ടൊറാജ ഗോത്രം ഒരുപാട് ഇത്തരത്തിലുള്ള സാംസ്കാരിക പൈതൃകങ്ങൾക്ക് പേരുകേട്ട ഗോത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യൻ ടൂറിസത്തിൻ്റെ ഒരു പ്രധാന ഭാഗവും ഇവരാണ്. മിക്ക കുടുംബങ്ങൾക്കും ഒരു കുടുംബ കല്ലറയുണ്ടാകും. അതിനെ ഒരുതരം വലിയ വീട് പോലെയാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത്തരം കല്ലറകൾ സൂക്ഷിച്ചിട്ടുള്ള ആ വലിയ വീടിനെ പടാനെ എന്നാണ് അവർ വിളിക്കുന്നത്. ഉത്സവ ദിവസം പഠനകളിലേക്ക് അവർ കൂട്ടം കൂട്ടമായി ചെല്ലുന്നു. അവർക്ക് പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങളുമായി അവർ തിരികെ ഗ്രാമത്തിലേക്ക് വരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ഉത്സവത്തിന് ധരിപ്പിച്ച വസ്ത്രം പോലും അവർ മാറ്റുന്നത്. ഉത്സവ ദിനത്തിൽ പുതിയ വസ്ത്രം മൃതദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്യും. പട്ടണത്തിലേക്ക് താമസം മാറിയ പലരും ഉത്സവ ദിനത്തിൽ ഗ്രാമത്തിലേക്ക് തിരികെ വരുന്നതും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ പഠാനയിൽ നിന്നും ആർക്കും പോയി മൃതദേഹം എടുക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെയും ചില വിശ്വാസങ്ങൾ ഇവർക്കുണ്ട്. ഓരോ കുടുംബത്തിനും ഓരോ മന്ത്രവാദികളുണ്ട്. ഈ മന്ത്രവാദികളുമായിട്ട് മാത്രമേ മൃതദേഹമെടുത്ത് അവർ ഗ്രാമത്തിലേക്ക് വരാറുള്ളൂ. പഠാനയിൽ നിന്നും ഗ്രാമത്തിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. അവിടേക്ക് ഒരു മൃതദേഹവുമായി നടന്നു വരിക എന്നത് കുറച്ച് റിസ്ക്കുള്ള വിഷയമാണ് എന്നവർക്കറിയാം.
അങ്ങനെ മൃതദേഹങ്ങളുമായി നടന്നു വരുമ്പോൾ മന്ത്രവാദിയാണ് താരം. മന്ത്രവാദി കുറേ മന്ത്രവിദ്യകളുമായാണ് അവരോടൊപ്പം സഞ്ചരിക്കുന്നത്. ആദ്യമേ മന്ത്രവാദി പറയും, കുടുംബക്കാരൊന്നും മൃതദേഹവുമായി സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ ചിലത് സംഭവിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ ആ മൃതദേഹത്തോട് സംസാരിച്ചാൽ അവിടെ വെളിച്ചപ്പാട് തുള്ളുന്നത് പോലെ മന്ത്രവാദി തുള്ളിത്തുടങ്ങും. തുള്ളി അയാൾ താഴെ വീഴും. അതായത് അയാളുടെ മന്ത്രശക്തി മുഴുവൻ ക്ഷയിച്ചു തുടങ്ങി എന്നാണത്രേ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇവിടെ നടക്കുന്നത്? ഇത്രയും ബുദ്ധിയില്ലാത്തവരാണോ അവർ എന്നൊക്കെയാവും ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടാവുക. പക്ഷേ പഠനങ്ങൾ പറയുന്നത് അവർക്ക് ഏറ്റവും പ്രാക്ടിക്കലായ ഒരു സൊല്യൂഷനാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് എന്നതാണ്. അതായത് ആ പ്രദേശത്ത് ഏറ്റവും ചിലവേറിയ റിച്വലാണ് ശവസംസ്കാരം എന്ന് പറയുന്നത്. പണ്ടുകാലത്തൊക്കെ ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമെല്ലാം ചിലവാക്കിയിരുന്നത് അവരുടെ മരണാനന്തര ക്രിയകൾക്ക് വേണ്ടിയായിരുന്നത്രേ. പോകെ ഈ ശവസംസ്കാരം നടത്തുന്നതിനേക്കാൾ ലാഭം മൃതശരീരം ശുശ്രൂഷിച്ച് കൊണ്ടു നടക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം അവർ വരും തലമുറയിലേക്ക് പോലും ഈ ഒരു വിശ്വാസം കൊണ്ടുപോകുന്നതും അതിനെ ഒരു ഉത്സവമായി കൊണ്ടു നടക്കുന്നതും. ഈ മൃതശരീരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പഠാനയെ അവർ കാണുന്നത് ഒരു വലിയ ക്ഷേത്രത്തെ പോലെയാണ്. എന്തുകൊണ്ടാണ് അവിടുത്തെ ശവസംസ്കാരം ഇത്രയും ചെലവേറിയതാവാൻ കാരണം? വെറുതെ അങ്ങ് കുഴിച്ചിട്ടാൽ പോരാ. അവരുടെ ശവസംസ്കാരം ദിവസങ്ങൾ നീണ്ട പരിപാടിയാണ്. മരണപ്പെട്ടവരുടെ കുടുംബം അത്രയും ദിവസം ആ ഗോത്രത്തിന് മുഴുവൻ, അതായത് 100 കണക്കിന് പേർക്ക് ഭക്ഷണം നൽകണം. ദിവസവും പന്നി, പോത്ത്, എരുമ എന്നിവയെ ബലിയർപ്പിക്കണം. ചിലർ പറയുന്ന അനുസരിച്ച് മറ്റൊരംഗം മരണപ്പെടുന്നത് വരെ ഈ കാര്യങ്ങൾ വർഷാവർഷം ചെയ്തുകൊണ്ടും ഇരിക്കണം. അന്ന് മുതൽക്കേയുള്ള ഒരു ശീലമാണ് ഭാര്യ മരിച്ചാൽ ഭർത്താവ് മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യ മരിക്കുന്നത് വരെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നത്. ഒരുമിച്ചാവുമ്പോൾ ചിലവ് കുറയുമല്ലോ. പോകെ അത് കുടുംബത്തിലെ മൃതദേഹങ്ങൾ മുഴുവൻ സൂക്ഷിച്ചു വെക്കലായി. ശവസംസ്കാരം നടത്തുമ്പോൾ എല്ലാവരുടെയും ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി തുടങ്ങിയതാവണം. ചിലവിൻ്റെ കാര്യം വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ശവസംസ്കാരം നടത്തുന്നതിനേക്കാൾ എളുപ്പം ഏതാനും വർഷം കൂടുമ്പോൾ അവരുടെ മൃതശരീരം എടുത്ത് ശുശ്രൂഷിച്ച് തിരിച്ചു വെച്ചാൽ മതി എന്ന്. അതുകൊണ്ടാവും ഇപ്പോൾ ഈ ഒരു റിച്വൽ തുടർന്ന് പോകുന്നതും. ഇതിനെ ഒരു പഴയ ആചാരമായല്ല അവർ കണക്കാക്കുന്നത്. ഭാവി തലമുറയിലേക്ക് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്ന ഒരു വിശ്വാസമായാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയും മനേൻ ടൊറാജ എന്ന് പറയുന്ന ഈ ഒരു റിച്വലിൻ്റെ ഭാഗമാണ്. അവരുടെ സ്വന്തം അച്ഛനെയും അമ്മയെയും ഭാവിയിലെ ഉത്സവത്തിന് എങ്ങനെ പരിചരിക്കാം എന്നതുപോലും അവരിന്ന് പരിശീലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ നിറഞ്ഞ സ്ഥലം കൂടിയാണ് ഇവിടം. പ്രത്യേകിച്ചും ട്രക്കിങ്ങിന് ഒരുപാട് വിദേശികളും അവിടേക്ക് ചെന്നെത്താറുണ്ട് വിനോദസഞ്ചാരികളായി. ജീവിച്ചിരിക്കുന്നവരോടൊപ്പം ആഘോഷിക്കുന്നതിൽ പ്രത്യേകിച്ച് ത്രില്ലൊന്നുമില്ല. എന്നാൽ മരണപ്പെട്ടവരോടൊപ്പം ഒരവധിക്കാലം ആഘോഷിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക വൈബ് കൂടിയായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.